നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളികൾക്ക് മേൽ അവകാശം ഉന്നയിച്ച് ഹിന്ദുത്വ സംഘടനകൾ രംഗത്ത് വന്നു. വാരണാസിയിലെ ഗ്യാൻവാബിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹുമെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. പലപ്പോഴും സ്ഥലം കയ്യേറിയെന്ന പേരിൽ പള്ളികൾ പൊളിച്ചു മാറ്റപ്പെട്ടു. ഡൽഹി മെഹ്റോളിയിലെ 7 നൂറ്റാണ്ട് പഴക്കമുണ്ടായിരുന്ന അഹുഞ്ചി പള്ളി പൊളിച്ചു മാറ്റാൻ ഭരണകൂടം പറഞ്ഞ കാരണം ഭൂമി കയ്യേറ്റമായിരുന്നു. ആ പട്ടികയിലേക്ക് UP ഖോരഗ്പൂരിലെ മസ്ജിദ് കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് 2ാം തവണയാണ് പള്ളി പൊളിച്ചു മാറ്റപ്പെടുന്നത് എന്നതാണ്. 2 തവണ പൊളിച്ചു മാറ്റുമെന്ന് പറയുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായും ഉണ്ടാകാം. കാര്യം വിശദീകരിക്കാം. UP ഖോരഗ്പൂർ മെവാത്തിപൂർ ഏരിയയിലായിരുന്നു അബു ഹുറൈറ പള്ളി ആദ്യം സ്ഥിതി ചെയ്തിരുന്നത്. 1963 പള്ളിയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ബോർഡ് കോടതിയെ സമീപിച്ചിരുന്നു. പിന്നീട് 4 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ മുനിസിപ്പൽ ബോർഡും പള്ളി അധികൃതരും ഒരു സമവായത്തിലെത്തി. പള്ളിയെ ബാധിക്കുന്ന തരത്തിൽ യാതൊരു ഇടപെടലും നടത്തില്ലെന്നായിരുന്നു ആ സമവായം. കോടതിയും ഇക്കാര്യം നിയമപരമായി അംഗീകരിച്ചിരുന്നു. എന്നാൽ 2024 ജനുവരിയിൽ ഹുറൈറ പള്ളി ഭൂമി കയ്യേറിയെന്ന് ചൂണ്ടിക്കാട്ടി മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിക്കൽ നടപടിയിലേക്ക് കടന്നു. പള്ളിയും സമീപത്തുള്ള 16 വീടുകളും 31 കടകളും രാത്രിക്ക് രാത്രി പൊളിച്ചു മാറ്റുകയായിരുന്നു. കോടതി തീരുമാനത്തെ വകവെക്കാതെ നടത്തിയ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നതോടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ചർച്ച നടത്തുകയും മറ്റൊരു ചെറിയ പ്ലോട്ട് പള്ളിക്കായി അനുവദിക്കുകയും ചെയ്തു. അവിടെയായിരുന്നു നിലവിൽ പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകിയ പുതിയ മസ്ജിദ് നിലകൊള്ളുന്നത്. വളരെ വിചിത്രമായ കാരണമാണ് പുതിയ മസ്ജിദ് പൊളിച്ചു മാറ്റാൻ ഖോരഗ്പൂർ ഡെവലപ്മെന്റ് അതോറിറ്റി പറയുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ അനുവദിച്ച ഭൂമിയിൽ പണിത പള്ളിയുടെ താഴത്തെ നിലയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ലെന്നും പ്ലാനിന് അംഗീകാരമില്ലെന്നും ചൂണ്ടിക്കാട്ടി 2024 മെയ് 16 പുതിയ പള്ളിക്ക് ആദ്യത്തെ നോട്ടീസ് ലഭിക്കുന്നത്. അതേ തുടർന്ന് വിശദീകരണം നൽകാൻ പലതവണ തീയതികൾ നൽകിയെങ്കിലും പള്ളിയുടെ ഭാഗത്തു നിന്ന് ആരും ഹാജരായില്ലെന്നാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15 പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ട് നൽകിയ നോട്ടീസിൽ പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയ ഓരോ നോട്ടീസിനും മറുപടി നൽകിയെന്നാണ് പള്ളിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഷുഐബ് അഹമ്മദ് പറയുന്നത്. മെയ് 16 ലഭിച്ച നോട്ടീസിന് കൃത്യമായ മറുപടി അതോറിറ്റിക്ക് സമർപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ സമയം അടുത്തിടെ അന്തരിച്ച തന്റെ പിതാവായിരുന്നു പള്ളിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നതെന്നും ഷുഐബ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ നോട്ടീസുകൾ ഒരാഴ്ച കഴിഞ്ഞാണ് ഒരു തവണ ലഭിച്ചതെന്നും അതേ തുടർന്ന് ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായി നിലവിൽ പള്ളി പൊളിക്കാൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്ന കാരണം നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നതാണ്. പള്ളിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് മസ്ജിദ് നിലനിൽക്കുന്നത് 60 ചതുരശ്ര മീറ്റർ ഭൂമിയിലാണ്. UPയിലെ നിയമപ്രകാരം 100 ചതുരശ്ര മീറ്ററിൽ താഴെയുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് പ്ലാൻ അനുമതി ആവശ്യവുമില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ അനുവദിച്ച സ്ഥലത്ത് മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുൻപ് പ്ലാൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയെ നേരത്തെ സമീപിച്ചെങ്കിലും ഇത്രയും ചെറിയ സ്ഥലത്ത് നിർമ്മാണത്തിന് പ്ലാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞതായും അദ്ദേഹം പറയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പള്ളിയുടെ ഭാഗം കൃത്യമാണെന്നിരിക്കെയാണ് മസ്ജിദ് പൊളിച്ചു മാറ്റാനുള്ള നടപടി വീണ്ടും ഡെവലപ്മെന്റ് അതോറിറ്റി കൈക്കൊള്ളുന്നത്. ഇത് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാനുള്ള നീക്കമാണെന്നും അവർ ആരോപിക്കുന്നു. 2 ആഴ്ച മുൻപാണ് ഖോരഗ്പൂരിന് സമീപത്തെ കുശ്നഗർ ജില്ലയിലെ മദനി മസ്ജിദ് ഭൂമി കയ്യേറിയെന്ന പേരിൽ ഭരണകൂടം പൊളിച്ചു മാറ്റിയത്. UPയിൽ ഉൾപ്പെടെ വ്യാപകമായ ബുൾഡോസർ രാജിനെതിരെ നിലപാടെടുത്ത സുപ്രീം കോടതിയുടെ ഉത്തരവിനെ കാറ്റിൽ പറത്തിയായിരുന്നു ഈ നടപടി. ഇതിനെതിരെ സുപ്രീം കോടതി അലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്.